ബി ജെ പി ദേശീയ തലത്തിൽ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ബി ജെ പിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുമായി നിരന്തരം സംസാരിക്കുകയും അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരെ സ്ക്രൂട്ടനി ചെയ്തുകൊണ്ട് വരാൻ താല്പര്യമുള്ളവരെ ബി ജെ പിയിൽ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ബി ജെ പിയിൽ ചേർക്കുന്നതിൽ പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ഇല്ലാത്തവരെ ചേർക്കാറുമുണ്ട്. അതൊരു നിരന്തരമായിട്ടുള്ള പ്രക്രിയയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. 16 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു, രാജ്യം ഭരിക്കുന്നു. സ്വാഭാവികമായിട്ടും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ട് വലിയ തോതിൽ അവിടെ വിഷമങ്ങൾ അനുഭവിക്കുന്ന, അതിനാൽ രാജ്യത്തിന്റെ മുന്നേറ്റം നരേന്ദ്രമോദിയിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് വിശ്വസിക്കുന്ന നിരവധി ആളുകൾ ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേരാൻ തയ്യാറായി വരുന്നുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തുടനീളമുള്ള ഒരു ഫിനോമിനയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വരുന്ന ആളുകളെ അവരെ കാണുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളത് ജനാധിപത്യപരമായി തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുന്നത് അതൊരു കൊടിയ പാപമായി കണക്കാക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. അത്തരത്തിൽ ജനാധിപത്യപരമായ രീതിയിൽ ഒരു ചർച്ചയും പാടില്ല, ആളുകളുമായി സംസാരിക്കാൻ പാടില്ല, ഇടപെടാൻ പാടില്ല എന്നൊക്കെയുള്ള നിർബന്ധ ബുദ്ധി ഉള്ളത് ഈ ഇടതുപക്ഷ രീതിയിൽ ചിന്തിക്കുന്ന, കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ ചിന്തിക്കുന്ന ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി, ഒരൊറ്റ പ്രത്യയശാസ്ത്രം എന്ന് മാത്രം വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലുള്ളവരുടെ ഒരു ചിന്താധാരയുടെ കുഴപ്പമാണത്. അതുകൊണ്ടാണല്ലോ ടി പി ചന്ദ്രശേഖരൻ പാർട്ടി വിട്ടപ്പോ 52 വെട്ടുവെട്ടി കൊല്ലാൻ അവർക്ക് തോന്നിയത്. അപ്പോ അതുപോലെ പാർട്ടി വിടുന്നവരെ നിഷ്കാസനം ചെയ്യുക, പാർട്ടി തങ്ങളുടെ പാർട്ടി അല്ലാതെ മറ്റൊരു പാർട്ടിയും ഈ ടെറനിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി പ്രകടിപ്പിക്കുക, ഇതൊക്കെ സി പി എമ്മിന്റേതായിട്ടുള്ള ശൈലിയാണ്. ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് തന്നെ വളരെ ജനാധിപത്യ ബോധത്തോടു കൂടി ഇത്തരം കാര്യങ്ങളുമായി ഇടപെടുകയാണ് പതിവുള്ളത്. നോക്കിപ്പോ ബി ജെ പി വിട്ടിട്ട് ഒരുപാട് പേർ സമീപകാലത്ത് തന്നെ പല പാർട്ടികളിലേക്കും പോയിട്ടുണ്ട്. അവരിൽ ഒരാളുടെ പോലും ഒരു രോമത്തിന് പോലും ഒരു കുഴപ്പം ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. അല്ലെങ്കിൽ ഞങ്ങൾ ആരും അവരെ വേട്ടയാടാൻ വേണ്ടി പുറകെ പോയിട്ടില്ലല്ലോ. പ്രസ്താവനകളുമായി അവരെ ആക്ഷേപിക്കാൻ നിന്നിട്ടില്ലല്ലോ. അവരുടെ മേൽ ഒരുപാട് പഴികളിട്ട്, നിരവധി കുറ്റകൃത്യങ്ങളിട്ട് അവരെ മോശക്കാരായി സമൂഹത്തിൽ ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമവും ഞങ്ങൾ നടത്തിയിട്ടില്ലല്ലോ. ഇതെല്ലാം ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ ഭാഗമാണ്. നമ്മളൊരു ഡെമോക്രസി ഒരു മെച്യൂരിറ്റിയിൽ എത്തുന്ന സമയത്ത്, ഒരു മെച്യൂർഡ് ഡെമോക്രസി ആവുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളെയൊക്കെ മനസ്സ് തുറന്ന് അംഗീകരിക്കാനുള്ള ഒരു സന്നദ്ധത എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാണിക്കേണ്ടതാണ്. ഇവിടെ സി പി എമ്മിലും കേരളത്തിന്റെ CPM കാരണം കേരളത്തിന്റെ പൊതുസമൂഹത്തിലും വിശിഷ്യ അത്തരം ഒരു തുറന്ന മനസ്ഥിതിയോടുകൂടി ഇത്തരം കാര്യങ്ങളെ സമീപിക്കാനുള്ള മനസ്ഥിതി കുറവുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ശ്രീ ഇ പി ജയരാജനാണെങ്കിലും അതല്ലെങ്കിൽ കോൺഗ്രസിലെ തന്നെ സമുന്നതരായിട്ടുള്ള പല നേതാക്കൾ, വിവിധ പാർട്ടിയിൽപ്പെട്ട നേതാക്കളൊക്കെ കഴിഞ്ഞ കുറെ കാലങ്ങളായി ബി ജെ പിയുമായി അടുത്ത് സംസാരിക്കുകയും ബി ജെ പിയിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് സി പി എമ്മിലെ നേതാക്കന്മാർ മാത്രമല്ല, കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാർ പലരും ബി ജെ പിയുമായി സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവരുടെ എല്ലാം പേരുകൾ വിളിച്ചു പറയുക എന്നുള്ളത് ഒരു ജനാധിപത്യ മര്യാദയല്ല. അത്തരം ജനാധിപത്യത്തിലെ നെറികേട് കാണിക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ഇവിടെ എന്താ സംഭവിച്ചത്? ശ്രീമതി ശോഭാ സുരേന്ദ്രനെതിരെ, പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി ശ്രീ അനിൽ ആന്റണിക്കെതിരെ ഒക്കെ ഈ കേരളത്തിലെ ഇന്ത്യ മുന്നണിക്കാർ ദല്ലാൽ നന്ദകുമാർ എന്ന് പറയുന്ന ഒരാളെ വാടകയ്ക്കെടുത്ത് നിരന്തരമായി ആക്ഷേപിക്കുകയും അവരുടെ ഇമേജിനെ ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമം നടത്തുകയും ചെയ്തു. രാജ്യത്ത് നിലനിൽക്കുന്ന തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ ചെയ്യരുത് എന്ന കൃത്യമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമുണ്ടായിട്ടും ഒരു ദല്ലാൾ വന്ന്, വളരെ ഒരു ഷാഡോ ക്യാരക്ടർ വന്ന്, ഒരു ഷെയ്ഡി ക്യാരക്ടർ വന്ന് ശോഭാ സുരേന്ദ്രനെയും അതുപോലെ തന്നെ അനിൽ ആന്റണിയെയും ഒക്കെ നിരന്തരമായിട്ട് ആക്ഷേപിക്കുകയും അർത്ഥശൂന്യമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു പോന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഗതികെട്ടതിന് ശേഷമാണ് തിരിച്ചു പറയാൻ വേണ്ടി എന്താണ് യാഥാർത്ഥ്യമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം എന്നുള്ള നിലയ്ക്ക് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ചില കാര്യങ്ങൾ പറയേണ്ടി വന്നത്. അതിലൊരു തെറ്റുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അവര് പറഞ്ഞ കാര്യം 100% ശരിയുമാണ്. അപ്പോ അത്തരത്തിൽ ഈ കർട്ടന് പുറകിലിരുന്നു കൊണ്ട് ബി ജെ പിക്കെതിരെ ആക്ഷേപ ശരങ്ങൾ ചൊരിയുകയും ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഒരാളും ബി ജെ പിയിലേക്ക് പോകില്ല എന്ന അഹങ്കാരത്തോടു കൂടി പറയുകയും ഞങ്ങളുടെ പാർട്ടി എന്തോ പ്രത്യേക പാർട്ടിയാണെന്നും ഞങ്ങളുടെ പാർട്ടിയിലുള്ള ആളുകളൊക്കെ പ്രത്യേക ജനസിൽപ്പെട്ടവരാണെന്നും അവരാരും ബി ജെ പിയിലേക്ക് പോകാൻ വേണ്ടി മനസ്സ് കാണിക്കില്ല എന്നും ഒക്കെയുള്ള ചില ആളുകളുടെ ബോധപൂർവമായിട്ടുള്ള ചില ഒരു ക്ലെയിമുകൾ ഉണ്ടായിരുന്നു. ആ ക്ലെയിമുകളൊക്കെ ഏറ്റ വലിയ തിരിച്ചടിയാണ് സംഭവിച്ചിട്ടത്. എല്ലാ പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് ആളുകൾ വരാൻ തയ്യാറാണ്. പലപ്പോഴും സ്ക്രൂട്ടിനി ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത തരത്തിലുള്ള പശ്ചാത്തലമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അതല്ലെങ്കിൽ അവരുടെ ഡിമാൻഡുകൾ അംഗീകരിക്കാൻ സാധിക്കില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും തരാനില്ല. ബി ജെ പിയിലേക്ക് കടന്നു വരുന്ന ഒരാൾക്ക് അവരുടെ ത്യാഗപൂർവമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് സന്നദ്ധതയുണ്ടെങ്കിൽ മാത്രമേ ബി ജെ പിയിലേക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ ഈ പാർട്ടിയിലേക്ക് കടന്നു വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും അവർക്ക് കിട്ടാൻ പോകുന്നില്ല.
ഈ കാര്യം വസ്തുതകൾ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ബി ജെ പിയിലേക്ക് വരാനും ബി ജെ പിയുടെ പ്രത്യയശാസ്ത്രത്തെ അംഗീകരിക്കാനും ഞങ്ങളുടെ ആദർശ പദ്ധതിയെ പിന്തുടരാനും തയ്യാറുള്ളവർക്ക് മാത്രമേ ഇവിടെ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. പല ആളുകളും വന്നിട്ടുണ്ട്, പല ആളുകളും സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ പേരുകാരൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇനി കോൺഗ്രസിലെ തന്നെ പല പ്രമുഖ നേതാക്കന്മാരും ഇന്നും ഇന്നലെയുമായി ആക്ഷേപം ഉന്നയിക്കുന്ന പലരും ഈ കഴിഞ്ഞ മാസങ്ങളിൽ വരെ ബി ജെ പിയുമായി സംസാരിച്ചവരുമാണ്. പക്ഷെ ആ പേരുകളൊക്കെ തുറന്നു പറയാൻ ഞങ്ങളുടെ മാന്യതയും ഞങ്ങളുടെ സംസ്കാരവും ഞങ്ങളുടെ ജനാധിപത്യ ബോധവും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഞങ്ങളെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആരും ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്.